ഭരണം ഏറ്റെടുക്കാത്തത് കൊണ്ട് ഭരണാധികാരികൾ ജയിലിലടച്ചു, നിർബന്ധിപ്പിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, രക്തം ശരീരത്തിലൂടെ ഒഴുകി, അങ്ങാടിയിലൂടെ ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ട് മഹാനവറുകളെ നടത്തിച്ചു. നിങ്ങളെന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചാലും എനിക്ക് ഭരണം വേണ്ട. അത് വല്ലാത്തൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. നമ്മളെ ആൾക്കാരൊക്കെ എത്ര പെട്ടെന്ന് അതിലേക്ക് പോയി വീഴുന്നത്. അതൊരു ചെറിയ വാർഡാണെങ്കിലും ഒരു പഞ്ചായത്താണെങ്കിലും സുഗമമാണ്, രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഭാരിച്ച ഒരു സംഗതിയാണത്. നിർവഹിക്കാൻ കഴിയുമെങ്കിലേ തലവക്കാവൂ. രണ്ടെണ്ണത്തിന് ശിക്ഷ എവിടെ തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്നാനി യുഅജ്ജിലുഹുമല്ലാഹു അൽ ഉഖൂബത ഫിദ്ദുനിയാ. രണ്ട് കാര്യങ്ങൾ, അതിന്റെ ശിക്ഷ ദുനിയാവിൽ അല്ലാഹു തആല തരും. തന്നിട്ടേ അല്ലാഹു തആല കൊണ്ടുപോകും. അത് വേഗം തരും. ആള് മരിക്കുന്നതിന് മുമ്പ് തന്നെ, മരിക്കുന്നതിന് മുമ്പ് ടൈം ഇട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു കൊണ്ട കൊടുക്കും. അങ്ങനെയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് അൽ ബഗ്യു, അക്രമം, അരുത്. അതിന് ഫലം തന്നിട്ടേ കൊണ്ടുപോകും. അതെത്ര വലിയ ആളാണെങ്കിലും. ഒരുപാട് സ്വഹാബിമാരെയും താബീങ്ങളൊക്കെ കൊല്ലാകൊല നടത്തിയ ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആനില്ലേ, ആ ഖുർആനിന് വള്ളിയും പുള്ളിയും ഷദ്ദും മദ്ദൊക്കെ ഇട്ട് ശരിക്കും ക്രോഡീകരിച്ചത് ഹജ്ജാജാ. കഅബ പുനരുദ്ധാരണം ചെയ്ത 10 ആളുകളിൽ ഒരാൾ ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. പക്ഷേ മരിക്കുന്ന നേരത്ത് ശരീരമാസകലം വേദനിച്ച് പൊളഞ്ഞു കളിച്ചു. ദിവസങ്ങളോളം വേദനിക്കുന്ന സമയത്ത് ഹജ്ജാജ് പറയുന്നുണ്ട്, എന്റെ മുന്നിൽ വന്നിട്ട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ വാൺ ചെയ്യുന്നു, താക്കീത് ചെയ്യുന്നു. ഞാൻ ശിക്ഷിച്ച ഓരോ ശിക്ഷകൾക്കും പകരം ഞാൻ വേദനിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഴിമരത്തിലേറ്റി. ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാരെ കൽത്തുറങ്കിലടച്ചു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അതേ അറബശാലയിൽ കൊണ്ടുപോയി മൃഗത്തെ അറുക്കും പോലെ അറുത്തു. ജാജ് പൊളഞ്ഞിട്ട് പറയാൻ, ഞാൻ ചെയ്ത അക്രമങ്ങൾക്കൊക്കെ ഉള്ള ഫലം ഞാൻ ഇങ്ങനെ അനുഭവിക്കാൻ വേദനിച്ചു കൊണ്ടുവയ്യ. അക്രമം ചെയ്യരുത് ഒരാളോട്. പണ്ടേ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഒരു ബെയ്ത്തുണ്ട്. ഇപ്പത്തെ മദ്രസയിൽ അതുണ്ടോ അറിയില്ല. ലാ തളിലിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ ഫള്ളുൽ മുയർജിഉ ബാഹു ഇലൻ നദമി. എത്ര കഴിവുള്ള ആളാണെങ്കിലും ലാ തളിലിമന്ന, ളുൽമ ചെയ്യരുത്, അക്രമം ചെയ്യരുത്. നല്ല കഴിവും ശേഷമൊക്കെ ഉണ്ട് നിനക്ക്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമുണ്ടാകൂല എന്ന് കരുതിയിട്ടായിരിക്കും ചെയ്യരുത്. പക്ഷേ ആ അക്രമത്തിന്റെ തിക്തഫലം അത് ഖേദത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ മടങ്ങി വരും. ഒരിക്കലും അത് വരാതെ നിന്നെ കൊണ്ടുപോകൂല. അല്ലെങ്കിൽ അതിൽ നിന്ന് ഖാലിസായ തൗബ ചെയ്തിട്ടാൾ മടങ്ങണം. ഖാലിസായ തൗബ ചെയ്തിട്ടാൾ മടങ്ങുന്നില്ല. മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ശിക്ഷ അല്ലാഹു തആല കൊടുക്കും. ഒന്ന് അതാണ്. രണ്ടാമത്തെ ഒന്ന് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത്, അതിന്റെ ശിക്ഷയും ദുനിയാവിൽ നേരത്തെ കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത്രയാളുണ്ടായിട്ട് സ്വലാത്ത് കേൾക്കുന്നില്ല സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ വേഗം ചുരുക്കിട്ടു. എനിക്കങ്ങനെ സ്വഭാവമുണ്ട്. വയല് കുറേ നടന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഞാൻ പലപ്പോഴും പറയലുണ്ട്, എനിക്ക് വയല് പറയാൻ നല്ല സ്ഥലം, എനിക്ക് സന്തോഷമുള്ള സ്ഥലം ദ്വീപാണെന്ന് പറയും. ഞാൻ അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ പിന്നെയും പറഞ്ഞു വയലിങ്ങനെ ആവേശത്തോടുകൂടെ. മണിക്കൂർ 2 മണി 3 മണിയൊക്കെ ആവും ചിലപ്പോൾ അവിടെ വയല് തീരാൻ രാത്രി. പക്ഷെ ആ സ്വലാത്തിന്റെ തർലിയത്തിന്റെ ആ വേദി വന്നാണ്ടല്ലോ, ഇപ്പൊ റാഹത്ത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു പ്രത്യേക ആത്മനിർവൃത്തിയാണ്. ഉറക്കെ ചൊല്ലണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ സദസ്സ് കബൂലാക്കട്ടെ. തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് അരുത് സഹോദര. എത്ര കഴിവുണ്ടെങ്കിലും, എത്ര ചുക്കിച്ചുളിഞ്ഞ ശരീരമാണെങ്കിലും അരുതാത്തൊരു വാക്ക് പറയരുത്.
ഒരു പ്രവൃത്തി ചെയ്യരുത്, അനുഭവിച്ചിട്ടേ പോകും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ബാക്കിയുള്ളതിനൊക്കെ അല്ലാഹു തആല ഒരു പക്ഷേ കുല്ലു ദുനൂബി മുഅഖറത്തുൽ ലിഅജ്ലിഹാ, എല്ലാ പാപങ്ങളും അതിൻ്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെട്ടേക്കും. പക്ഷെ ഇത് ബന്ധിക്കൂല. ഈ പറഞ്ഞ രണ്ടെണ്ണം, അക്രമവും അതേ രൂപത്തിൽ മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചു തള്ളിയിടണമെന്ന് കരുതരുതിട്ടോ. വാക്ക് മതി, മൗനം മതി, പ്രതിഷേധം മതി. മഹാന്മാരെണ്ണീട്ടുണ്ട്. വെറുപ്പിക്കലാകുന്ന സംഗതി എന്തെല്ലാണ്ടോ അതൊക്കെ അതിൽ പെട്ടു. നീ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ്. വാത്സല്യം തുളുമ്പി വരുന്ന നിന്റെ ഉമ്മ, നിന്റെ പരിരക്ഷകനായ ഉപ്പ നിന്നെ വിളിച്ചു, നീ അറ്റൻഡ് ചെയ്യുന്നില്ല. അറിയാ നിനക്ക് അവരാ വിളിക്കുന്നത്. പിന്നെയും വിളിച്ചു, നീ എടുക്കുന്നില്ല. അവരെ മനസ്സ് വേദനിച്ചോ? വേദനയാണ്. സുന്നത്തുസ്കാരം പോലും കൈയച്ചുകൊണ്ട് വിളിക്കുത്തരം ചെയ്യേണ്ട അത്രയും വലിയ മഹത്തുള്ള ആളുകൾ ലോകത്താരാള്. വേറൊരാൾ പറഞ്ഞ നമ്മുടെ ഒരു മുതലാളിയെ വിളിക്കണമെങ്കിൽ സുന്നത്തുസ്കാരത്തെ കൈയ്യേക്കാൻ പറ്റുമോ? സ്വന്തം ഗുരുനാഥനാ വിളിക്കുന്നത്, സുന്നത്തുസ്കാരത്തെ കൈയ്യേക്കാൻ പറ്റുമോ? സ്വന്തം ജ്യേഷ്ഠനാ സഹോദരനാ വിളിക്കുന്നത്, കൈയ്യേക്കാൻ പറ്റുമോ? ബാപ്പ വിളിച്ചു, ഉമ്മ വിളിച്ചു. എന്താണ് ആ വിളിന്റെ ഒക്കെ ഒരു മഹത്വം? ബാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും സമ്മതം വാങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ജാഗരൂകരാകണം. റബ്ബിന്റെ അദാബ് ചെറുതൊന്നുമല്ല കിട്ടുക. ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു, മകന്റെ സെലക്ഷൻ ശരിയായില്ല, മകളെ സെലക്ഷൻ ശരിയായില്ല, ഉമ്മാന്റെ ഉപ്പാന്റെ മനസ്സ് വേദനിച്ചു. ആ വേദനയുടെ ഫലം അനുഭവിക്കും സഹോദരൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്കാണ്, നമ്മളാരും വാക്കല്ല. അതുകൊണ്ട് അതിവിടെ നേരത്തെ കിട്ടുന്നതാണ്. ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വൽ അസുർ, കാലം തന്നെയാണ് സത്യം. കാലത്തിന്റെ പരിശുദ്ധിയും മറ്റുമൊക്കെ മനസ്സിലാക്കി ഉള്ള കാലം നല്ല രൂപത്തിലും ഭാവത്തിലും അമല് ചെയ്തുകൊണ്ട് നന്നാക്കണം. കുറഞ്ഞ കാലം കൊണ്ട് വലിയ അമല് ചെയ്ത എത്രയോ ആളുകളുണ്ട്. അവരെ നമ്മൾ മാതൃകയാക്കണം. കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അമല് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 250 കൊല്ലം നമ്മൾ ജീവിച്ചാലും നമുക്കത് നടക്കില്ല. നിങ്ങൾ നോക്ക്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചത് എത്ര വയസ്സാണ്? 54 വയസ്സല്ലേ ജീവിച്ചത്. ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. 54 വയസ്സ്. കുട്ടിക്കാലം ഒരു 6 വയസ്സങ്ങ് വിട്ടേക്കു, ഖുർആൻ ഹിഫ്ളാക്കുന്നത് വരെയുള്ള കാലം. പിന്നെ ബാക്കിയുള്ള കാലം എടുത്തോളൂ. കുറഞ്ഞ വയസ്സല്ലേ അതിലുള്ളത്. 10-47 വർഷക്കാലം. ആ 10-47 വർഷക്കാലത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മൊത്തം ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മിന്റെ കണക്ക് തന്നെ കൂട്ടി നോക്കുമ്പോൾ ഒരു അമലാ പറയുന്നത്, വേറുള്ളത് വേറെയുണ്ട്. 20,000-ലധികമുണ്ട് സഹോദരങ്ങളെ, ചെറുതല്ല. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ജയിലിൽ വെച്ച് സുജൂദിലല്ലേ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. സുജൂദിൽ നെറ്റി വെച്ച് ആ നെറ്റി പിന്നെ എടുത്തിട്ടില്ല, അങ്ങനെ തന്നെ വഫാത്ത് സംഭവിച്ചു. ആ സുജൂദിൽ നെറ്റി വെച്ച സ്ഥലത്തിരുന്നിട്ടാണ് സാധാരണ ഖുർആൻ ഓതാറുള്ളത്. ജയിലിലെ വാർഡന്മാരതൊന്ന് കണക്കുകൂട്ടി നോക്കി. എന്തിനാ ജയിലിലായത് എന്നറിയോ? ഭരണം ഏറ്റെടുക്കാത്തത് കൊണ്ട് ഭരണാധികാരികൾ ജയിലിലടച്ചു, നിർബന്ധിപ്പിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, രക്തം ശരീരത്തിലൂടെ ഒഴുകി, അങ്ങാടിയിലൂടെ ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ട് മഹാനവറുകളെ നടത്തിച്ചു. നിങ്ങളെന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചാലും എനിക്ക് ഭരണം വേണ്ട. അത് വല്ലാത്തൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. നമ്മളെ ആൾക്കാരൊക്കെ എത്ര പെട്ടെന്ന് അതിലേക്ക് പോയി വീഴുന്നത്. അതൊരു ചെറിയ വാർഡാണെങ്കിലും ഒരു പഞ്ചായത്താണെങ്കിലും സുഗമമാണ്, രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഭാരിച്ച ഒരു സംഗതിയാണത്. നിർവഹിക്കാൻ കഴിയുമെങ്കിലേ തലവക്കാവൂ. സൂക്ഷ്മതയുള്ള മഹാന് പറഞ്ഞു, എനിക്കത് വേണ്ട.
നിങ്ങൾ എന്നെ എത്ര ശിക്ഷിച്ചാലും ഞാനത് സ്വീകരിക്കില്ല. ഭരണാധികാരികൾ ജയിലിൽ അടച്ചപ്പോഴും ഖുർആനോത്തിന് മാറ്റമില്ല. സുജൂദിൽ നെറ്റിവെച്ച് ആ കിടക്കുന്ന സ്ഥലത്ത് ഖുർആനോദിയ ഖത്മിന്റെ എണ്ണം 7000 സുബ്ഹാനല്ലാഹ്. ഒരു ഖത്മു തീർത്തേടത്ത് മരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭാഗ്യവാന്മാരായില്ലേ? റൂഹ് പിരിയുന്ന സ്ഥലത്തിന്റെ പരിശുദ്ധി അറിയുമോ? ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അള്ളാന്റെ ഖുർആൻ ഓതി തീർത്തത് 100 അല്ല, 1000 അല്ല, 7000. ജയിൽവാസത്തിലും അവർക്ക് ടൈം പാസ് ഖുർആൻ തന്നെ. ഏതൊരാൾക്ക് നേരം പോക്കിന് എന്ത് വേണോ? വിശുദ്ധ ഖുർആന് പോലെ നേരം പോക്കിന് പറ്റുന്നൊരു ടൈം പാസിനുള്ള മധുരമുള്ളത് അല്ലാഹുവിൻ്റെ ലോകത്ത് വേറെ ഇല്ലേ ഇല്ല. നേരം പോക്കിന് എന്തിനാ കൂട്ടുകാരൻ? നേരം പോക്കിന് ഖുർആൻ തന്നെ ധാരാളമാണ്. അതുകൊണ്ടല്ലേ പഴയകാലത്തെ ഉലമാക്കൾ പറഞ്ഞത് മൻ അറാദ മൂനിസൻ ഫയക്ഫീൽ ഖുർആൻ. ടൈം പാസിന് ഒരു സുഹൃത്തിനെ വേണോ? അവന് ഖുർആൻ മതി. ദുനിയാവിൽ ഖുർആൻ കൊണ്ട് നേരം പോക്കുന്ന മഹാന്മാർ ഖബറിലെത്തുമ്പോഴും ഖുർആനാണ്. കൂടുതൽ ഖുർആനോദിയ മഹാനുഭാവനല്ലേ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യൻ. ആ സാബിത്തുൽ ബുനാനി തങ്ങളെ മറവ് ചെയ്തിട്ട് മീസാൻ കല്ലൊക്കെ വെച്ച് ആളുകൾ ഇങ്ങനെ ചുറ്റുഭാഗത്തൊന്നും പിരിയാൻ നോക്കുമ്പോ യസ്മഊന തിലാവത്തൽ ഖുർആനി മിൻ ഖബരിഹി, മഹാനവർകളെ ഖബർ ഷരീഫിൽ നിന്ന് ഖുർആനോത്ത് കേൾക്കുന്നു. ദുനിയാവിലവരെ നേരം പോക്ക് ഖുർആനാണ്. അത് തന്നെയാണ് അവർക്ക് ഏകാന്ത ജീവിതത്തിലും അവർക്ക് സന്തോഷവും വെളിച്ചവും നൽകുന്നത് ഖുർആനാണ്. ഓ സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആന് ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിൽ എത്ര ഓതി? ഇഷ്ടം പോലെ ഓതിയില്ലേ മഹാന്മാർ? 45 കൊല്ലം ജീവിച്ച ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനീ ഖിദ്മത്ത്, ദീനിന് ഖിദ്മത്ത് ചെയ്തത് കൂട്ടി നോക്കുമ്പോ അസാധ്യമാകുന്ന രൂപത്തിലല്ലേ ഖിദ്മത്ത് ചെയ്തിരിക്കുന്നത്. മഹാനവർകൾ എഴുതിയ കിതാബുകൾ ഓരോന്നും പരിശോധിച്ചാൽ ഓരോ ദിവസത്തേക്ക് കണ്ട് ഒരു പേജിലധികം ഖിദ്മത്ത് ചെയ്തത് എണ്ണിക്കണക്കാക്കാം. 45 കൊല്ലമാണ് ജീവിച്ചത്. പക്ഷേ ചെയ്ത അമലോ 400 വർഷത്തെ അമലുണ്ട്. പോയിന്റ് മറക്കരുത്. കുറഞ്ഞ കാലമാണെങ്കിലും കൂടുതൽ അമൽ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനെന്താ മാർഗം എന്നറിയോ? നിയ്യത്ത് നന്നാക്കുക. ഏത് ചെറിയ അമലിലും വലിയ അമലിലും നിയ്യത്ത് നന്നാക്കുക. ഹുസ്നുൻ നിയ്യ, നിയ്യത്ത് എപ്പോഴും നന്നാക്കുക. എന്നാ ചെയ്യുന്ന അമലൊക്കെ വലിയ വലിയ അമലായി മാറും. അഖ്ലിസ് ഖൽബക് യക്ഫികൽ അമലുൽ ഖലീൽ. നിന്റെ മനസ്സ് നീ നിസ്വാർത്ഥമാക്കണം എപ്പോഴും. എന്നാ കുറഞ്ഞ അമല് തന്നെ മതി. അത് വലിപ്പുണ്ടാവും, വലിയ വലിപ്പുണ്ടാവും. കുറഞ്ഞ അമൽ തന്നെ മതി, വലിയ വലിപ്പുണ്ടാവും. നിയ്യത്ത് നന്നാക്കുക. ഓരോന്നിനും നിയ്യത്ത് നന്നാക്കുക. അപ്പൊ ഇഷ്ടം പോലെ കിട്ടും, ഒരുപാട് ദറജ കിട്ടും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ബദറിലെത്തിയ സ്വഹാബത്തിനോട് പറഞ്ഞു, ബദറിലെത്തിയ ആളുകളോട്, 300 ചില്ലറ മഹാന്മാരോട് പറഞ്ഞു, മാ ഖതഅതും വാദിയൻ വലാ ശിഅബൻ. നിങ്ങളൊരു മരഞ്ചലവും മുറിച്ചു കടന്നിങ്ങോട്ട് വന്നിട്ടില്ല, ഒരു കുന്നും മലയും കയറി വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ കഴിയുന്ന കുറെ ആളുകൾ മദീനത്തുണ്ട്. നിങ്ങളെപ്പോലെ കൂലി അള്ളാഹു അവർക്കും കൊടുക്കും. എങ്ങനെ? നിയ്യത്ത് നന്നാക്കിയിട്ടാ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ബദറിൽ പോയിട്ടുണ്ടോ? ബദരീങ്ങളിൽ ഉണ്ടെന്നില്ലേ നമ്മള്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ബദറിൽ പോയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പത്നിക്ക്, ഭാര്യക്ക് സുഖമില്ലാതെ മഹാനവറുകൾ മദീനത്തായിരുന്നു. ബദർ കഴിഞ്ഞു വരുമ്പോ ആ ഭാര്യ വഫാത്തായി. അവരെ ഖബറടക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നത്. പക്ഷേ ബദരീങ്ങൾ എണ്ണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ എണ്ണുന്നില്ലേ? അങ്ങനെ എത്ര ആളുകളുണ്ട്. അവര് നിയ്യത്ത് നന്നാക്കിയപ്പോൾ ആ വലിയ സ്ഥാനം, ചെറിയ സ്ഥാനം എന്നുള്ളത്, അസ്ഹാബുൽ ബദറിൽ അവർക്ക് സീറ്റ് കൊടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് സംഗതി ചെയ്യുന്നുണ്ടോ, ഇല്ലാ കാനൂ മഅകും, മദീനക്കാരായ മഹാന്മാർ നിങ്ങളോടൊപ്പമുണ്ട്. അവരറിയില്ല നമ്മൾ ഇതിനാ വന്ന് യുദ്ധത്തിന് വന്നതല്ലല്ലോ, പുറപ്പെട്ടല്ലോ, പിന്നെ അങ്ങനെ ആയി മാറിയതല്ലേ, അള്ളാഹുവിന്റെ കഥ അങ്ങനല്ലേ വന്നത്. പക്ഷെ ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവിടെ നിൽക്കൂല, അവർ ഓടി വരും. അവരാഗ്രഹിക്കുന്നുണ്ട് എവിടുക്കാ നമ്മൾ പോയതെന്ന് എന്നും അന്വേഷിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം തന്നെ ആകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും ആ സ്ഥാനം അങ്ങോട്ട് കൊടുത്തു. ബദരീങ്ങളുടെ മഹത്വം കൊടുത്തു. നമ്മൾ നീയത്ത് നന്നാക്കണം. ചെറിയ അമലുകളാണെന്ന് കരുതി ഒഴിവാക്കരുത്. ചെറുതിലായിരിക്കും ഒരു പക്ഷേ വലിയ സ്വീകാര്യതയുണ്ടാകുക. ഏത് ചെറുതിനെയും പരിഗണിക്കണം. കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വൽ അസ്രി, വൈകുന്നേര സമയം തന്നെയാണ് സത്യം. അത് മറ്റൊരു തഫ്സീറാണ്. വൈകുന്നേര സമയം, സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള സമയം വൈകുന്നേര സമയമാണ്. വൈകുന്നേര സമയത്തിന് വലിയ ബറക്കത്തുണ്ട്. വൈകുന്നേര സമയം സഹോദരങ്ങളെ ഉറങ്ങാൻ പറ്റാത്ത നേരമാണ്. അതാ പുസ്തകങ്ങൾ പറയുന്നത്, ഉറങ്ങാൻ പറ്റാത്ത നേരമാണ്. ഉണർന്നിരിക്കേണ്ട നേരമാണ് അസുറിന്റെ നേരം. ഉറങ്ങാൻ പാടില്ല. അസുറിന്റെ ശേഷം ഉറങ്ങലും നന്നല്ല, ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. ഞാൻ വിളിച്ചതല്ല കേട്ടോ, തഴവാ ഉസ്താദ് വരിയിൽ അങ്ങനെ എഴുതി. നിങ്ങൾ എന്നെ വിമർശിക്കണ്ടാരും. ആ ഉറങ്ങുന്ന ആൾ അങ്ങനെയാണ് വിളിച്ചത്, ഞാൻ എഴുതിയതല്ല. തഴവാ ഉസ്താദ് അങ്ങനെ എഴുതിയത്. തഴവാ ഉസ്താദിന് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഒരുപാട് മസാലകൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്ത മഹാനല്ലേ. അസറിന്റെ ശേഷം ഉറങ്ങുന്നത് ഒരു ബുദ്ധിക്ക് കുറവ് വരുത്തുന്ന ഒരു സംഗതിയാണ്. അസറിന്റെ ശേഷം ഉറങ്ങരുത്. വലിയ ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ഉറങ്ങും. അത് പിന്നെ പരിധിക്കപ്പുറമാണല്ലോ. രോഗികള്, അതുപോലെ തന്നെ കുട്ടികൾ, വലിയ ക്ഷീണമുള്ള ആൾക്കാരൊക്കെ ഉറങ്ങും. നമ്മൾ അവർ ഇടങ്ങേറാക്കണ്ട. അതൊരു പതിവായി നിൽക്കരുത്. ഒരു 3 മണിക്ക് അങ്ങോട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക, അങ്ങനെ ആകരുത്. ഒരു 3 മണിക്ക് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അസ്റാൻ കൊടുക്കുമ്പോഴേക്ക് എഴുന്നേൽക്കണം. പിന്നെ അങ്ങോട്ട് പോകരുത് എന്നർത്ഥം. ക്ഷീണക്കുള്ള ദിവസം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് വരും. അസുറിന്റെ നേരം, സത്യം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അസുറിന്റെ നേരമാണ്. എന്താ സഹോദരങ്ങളെ സത്യത്തിന് അസുറിന്റെ നേരം സംഘടിപ്പിച്ചത്? അസുറിന്റെ നേരത്താരെങ്കിലും ഒരു കള്ള സത്യം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അയാളെ ചരക്ക് വിൽക്കുന്നു അസുറിന്റെ ശേഷം, മഗ്രിബാകുമ്പോഴേക്ക് വിറ്റടിയണം, ജനങ്ങൾ വീട്ടിലേക്ക് പോകും, പിന്നത് ചെലവാകൂല. കള്ള സത്യം ചെയ്ത് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞിട്ടാ വിൽക്കുന്നതെങ്കിൽ ലാ യൻദുറുല്ലാഹു ഇലൈഹി, അല്ലാഹു അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹു അവനോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കൂല. വലഹും അദാബ്, അവന് ശിക്ഷയുണ്ട്. അസുറിന്റെ ശേഷം അങ്ങനെ ഒരു കള്ള സത്യം ചെയ്യരുത്. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും കുടുംബങ്ങൾ സത്യത്തിന് മുന്നോട്ട് വന്നാൽ വിശുദ്ധ ഇസ്ലാം പറയുന്നു വെള്ളിയാഴ്ച ദിവസം അസുറിന്റെ നേരത്താണ് സത്യം ചെയ്യേണ്ടത് എന്ന്. അസുറിന്റെ നേരത്തുള്ള സത്യം കുറച്ച് ഗൗരവമുള്ള സത്യമാണ്. അസുറിന്റെ നേരത്താണ് സത്യം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സമയം. 2 ടീമുകളും വന്നിട്ട് സത്യവാചകം ചൊല്ലുന്നതിന്റെ മുമ്പ് ഖതീബ് അവർകൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, നേരം അസുറിന്റെ നേരമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. പറയാൻ പോകുന്ന കാര്യം നല്ലോണം ശ്രദ്ധിച്ച് പറയണം. പേടിയുള്ള ആളുകൾ നമ്മൾ കുടുങ്ങണ്ടാന്ന് കരുതിയിട്ട് ചിലപ്പോ നല്ല സമവായം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകും. സത്യം ചെയ്യാൻ മുന്നോട്ട് വരില്ല. ആ നേരം വളരെ ബഹുമാനമുള്ള നേരമാണ്. അസുറിന്റെ നേരം നല്ല നടക്കാൻ നല്ല സുന്നത്തുള്ള നേരമാണ്. അസുറിന്റെ ശേഷം അങ്ങനെ നടന്നു നീങ്ങുന്നത്, നടക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് നടങ്ങുന്നത്, ആ നടത്തത്തിൽ പ്രത്യേകം ദിക്റ് ചൊല്ലുന്നത്, ആ നടത്തത്തിൽ കൂട്ടുകാരാരെങ്കിലും കൂട്ടുന്നത്, അതൊക്കെ നല്ലതാണ്. കാണാൻ പറ്റാത്തത് കാണരുത്. അസുറിന്റെ ശേഷമാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെ വീടും ഒന്ന് കയറിയിറങ്ങും എല്ലാ ദിവസവും. അസുറിന്റെ ശേഷം 9 വീടുകളൊന്ന് കയറി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് എല്ലാവരോടും കുറച്ചേരൊക്കെ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ച് 9 വീടുകളൊന്ന് കറങ്ങും. എല്ലാ ദിവസവും അസുറിന്റെ ശേഷം പതിവാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അങ്ങാടിയിലേക്ക് പോയി വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അതൊരു പതിവാണ്. പിന്നെ മഗ്രിബാകുമ്പോഴേക്ക് വീണ്ടും പള്ളിയിലേക്ക് വരും. അപ്പൊ അസുറിന് പൊതുവെ ആളുകൾ അന്യോന്യം കൂടുന്ന, സംസാരിക്കുന്ന, പരിചയപ്പെടുന്ന, ബന്ധം പുതുക്കുന്ന ഒരു നേരമാണ്. നല്ല നേരമാണ് അസുറിന്റെ നേരം. നല്ലതിന് പറ്റുന്ന നേരമാണ്.